إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പുതിയൊരു ഹിജ്റ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം അടിസ്ഥാനമാക്കുന്നത് ഹിജ്റ കലണ്ടറിനെയാണ്. മഹാനായ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലെ സുപ്രധാന സംഭവമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ. ആ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ എന്തിനാസ്പദമാക്കി എവിടെ നിന്ന് തുടങ്ങാം എന്നതിനെ കുറിച്ചുള്ള ചർച്ച സഹാബികൾക്കിടയിൽ നടക്കുമ്പോൾ പല അഭിപ്രായങ്ങളും ഉണ്ടായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ രൂപീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് ഈ വർഷത്തേക്ക് 1448 വർഷമായി എന്ന്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തി ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. അതിൽ ഏതെല്ലാം മാസങ്ങൾ എന്നുള്ളത്, ഏതാണ് തുടക്കം അവസാനം, അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വർഷത്തിലെ മാസം അള്ളാഹു തുടങ്ങിയത് ബിശഹരിൻ ഹറാമിൻ, പവിത്രമായ പരിശുദ്ധമായ ഒരു മാസം കൊണ്ടാണ്. മുഹറം മാസമാണ് ഹിജ്റ വർഷത്തിലെ മാസങ്ങൾ തുടങ്ങുന്നത്. ബിശഹരിൻ ഹറാം, മാസങ്ങൾ അവസാനിക്കുന്നതും എന്താണ്? ഒരു പവിത്രമായ മാസത്തെയാണ്. ദുൽഹിജ്ജയിൽ അവസാനിച്ചു, പുതിയൊരു വർഷത്തിലേക്ക്, പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചു. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് മുഹറമിനെ ഹദീസുകളിൽ ഉണർത്തിയിട്ടുള്ളത്. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന്. അത് ആ മാസത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാം അള്ളാഹുവിന്റേതാണ്. എന്നാൽ പ്രത്യേകത, അതിന്റെ ഖുസൂസിയത്ത്, ബൈത്തുല്ലാഹ്, നാഖത്തുല്ലാഹ്, റസൂലുള്ളാഹ്, അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പല കാര്യങ്ങളെയും പറഞ്ഞിട്ട് അള്ളാഹുവിന്റേത്. എല്ലാ മാസങ്ങളും അള്ളാഹുവിന്റേതാണ്. പക്ഷേ ഈ മുഹറം മാസത്തിന് പ്രത്യേകമായി ഹദീസുകളിൽ അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ രാത്രി നമസ്കാരമാണ്. അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം,
റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ ശ്രേഷ്ഠമായ മഹത്വമുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയുണ്ടായി. ഇങ്ങനെ ഏറെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പിനും പ്രത്യേകതയുള്ളതായ ഒരു മാസവുമാണ് ഈ വർഷത്തിന്റെ തുടക്കം. സഹോദരങ്ങളെ, വർഷങ്ങളും മാസങ്ങളും നമ്മിലൂടെ പിന്നിടുമ്പോൾ ഓരോ വിശ്വാസിയും ആലോചിക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന കാര്യം മഹാനായ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഉണർത്തിയതുപോലെ കുല്ലു ആമിൻ യമുറു ബിക്കും, ഓരോ വർഷവും നിങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യുഖർരിബുക്കും മിനൽ ഖുബൂർ, നിങ്ങളുടെ ഖബറുകളിലേക്ക് നിങ്ങൾ അടുക്കുകയാണ്. വയുബഇദുക്കും അനിൽ ഖുസൂർ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളുടെ കൊട്ടാരങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, സമയം അതിശീഘ്രം നമ്മിലൂടെ കടന്നു പോകുന്നു. ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കുകയില്ല. ഹത്താ യതഖാറബ സമാൻ, കാലം അടുത്തു വരുന്നത് വരെ. വതകൂനു സന കശഹർ, ഒരു വർഷം എന്നത് ഒരു മാസം പോലെ കഴിഞ്ഞു പോകുന്നു. വയകൂനു ശഹർ കൽ ജുമുഅ, ഒരു മാസം എന്നത് ഒരാഴ്ച പോലെ. വതകൂനുൽ ജുമുഅ കൽ യൗം, ഒരാഴ്ച എന്നത് ഒരു ദിവസം പോലെ. എത്ര പെട്ടെന്ന് ജുമുഅ കഴിഞ്ഞ് ഈ ജുമുഅയായല്ലോ. സഹോദരങ്ങളെ, സമയം അങ്ങനെയാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് അനുഭൂതികളെ, ആസ്വാദനങ്ങളെ തകർത്തു കളയുന്ന, മുറിച്ചു കളയുന്ന മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വകാന യഖൂലു ഇദാ അസാബഹുൽ ഹുമ്മ, ഒരു പനി വന്നാൽ അദ്ദേഹം പറയാറുണ്ട്, കുല്ലും ബ്രിഇം മുസബ്ബഹുൻ ഫി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. എല്ലാവരും കുടുംബത്തോടൊപ്പം അതാ അവർ പ്രഭാതത്തിലായി, എന്നാൽ ഓരോ മനുഷ്യനും അവൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പിനേക്കാൾ അടുത്ത് അവന്റെ മരണമുണ്ട് എന്ന യാഥാർത്ഥ്യം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്വഹാബിയോട്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ നീ ഒരു ട്രാവലർ അതല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ, ഒരു യാത്രക്കാരനോ അപരിചിതനെ പോലെയാവുക. ഒരൊറ്റ ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസാണ്. ദുനിയാവിൽ ഒരു യാത്രക്കാരൻ, ഈ വഴി മുറിച്ച് കടന്നു പോകുന്ന ഒരു യാത്രക്കാരൻ, കൂടുതൽ ലഗേജുകൾ തന്റെ കയ്യിലില്ല, എല്ലാം വാരിക്കൂട്ടണമെന്ന ആഗ്രഹമില്ല. അതുപോലെ തന്നെ സ്ട്രേഞ്ചറാണ്, അപരിചിതനമാണ്, വഴിയറിയില്ല, ഈ നാടറിയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം മറന്നു പോകരുത് എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ വാക്ക് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നവരോടൊക്കെ പറയും, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ, പ്രഭാതമായാൽ വൈകുന്നേരമാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വൈദാ അംസൈത ഫലാ തൻതദിരി സ്വബാ, ഈവനിംഗ് ആയാൽ മോർണിംഗ് ആവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക, നിന്റെ ഹെൽത്ത് ഉള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് രോഗത്തിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തുക. വഹയാതക, നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. ഖബല മൗതിക, മരണം വന്നതിന് മുമ്പായി. സഹോദരങ്ങളെ, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, എല്ലാം ഒരു ഓർമ്മകൾ മാത്രമായിരിക്കും. നമ്മളിവിടെ ജീവിച്ചതിനെ സംബന്ധിച്ച് മരണം വന്നെത്തുന്ന സമയത്ത് ഒരു ദിവസം അതല്ലെങ്കിൽ അതിന്റെ പകൽ മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ എന്നവർക്ക് തോന്നിപ്പോകുമെന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ വിലപിക്കും മരിക്കുന്ന സമയത്ത്, താൻ നഷ്ടപ്പെടുത്തിയ തന്റെ ആയുസ്സിനെ ഓർത്തുകൊണ്ട്. മരണം അവരുടെ അടുക്കൽ വന്നെത്തുന്ന സമയത്ത് അവർ പറയുന്നതാണ്, റബ്ബിർജിഊൻ, ഞങ്ങളെ ഒന്ന് മടക്കി തരണേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, ചെയ്യാൻ വിട്ടേച്ചു പോയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. അല്ലാഹു പറയുന്നത്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇല്ല, അവനത് ആയുസ് എത്ര വർഷം ഇവിടെ ജീവിക്കാൻ അവസരം നൽകിയാലും അവന്റെ വെറും വാക്കാണത്, അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വമിൻ വറാഇഹിം ബർസഖ് ഇലാ യൗമി യുബഅസൂൻ, അവന് മുമ്പിൽ ഒരു ബർസഖ് ഉണ്ട്, ലോകം. സഹോദരങ്ങളെ, പ്രായഭേദമന്യേ ഏതൊരാൾക്കും മരണം പിടികൂടും എന്നതിൽ യാതൊരു സംശയവുമില്ല. വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ, കെട്ടി ഉയർത്തിയ കെട്ടിഭദ്രമാക്കിയ കോട്ടക്കുള്ളിലാണെങ്കിലും ചെറുപ്പക്കാരെന്നോ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വൃദ്ധരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ മരണം പിടികൂടും. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നാണ് മനുഷ്യന്റെ ജീവിതം എന്നത്. അതുകൊണ്ട് വർഷങ്ങളിലേക്ക്, പുതുവർഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തയുണ്ടാകേണ്ടത് ഈ തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട്
സഹോദരങ്ങളെ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ആകാശങ്ങളെ സംവിധാനിച്ചു, നക്ഷത്രങ്ങളെ സംവിധാനിച്ചു, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കിയത്. വിശ്വാസികൾക്ക് അതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. വഹല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. ഈ രാവും പകലും മാറി മാറി വരുന്നു. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ, ആഴ്ചകൾ കടന്നു പോകുന്നത്. ലിമൻ അറാദ അൻ യദ്ദക്കറ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്, ആലോചിക്കാനുണ്ട്. ഔ അറാദ ശുക്കൂറ, തന്റെ ജീവിതത്തിന് റബ്ബിന് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ, നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ അതിൽ വലിയ ഗുണപാഠമാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് എന്ന് പറഞ്ഞല്ലോ, മരണം അവർക്ക് വന്നെത്തുമ്പോൾ അത് സ്വാഭാവികമായി വരാം, അതല്ല ലോകാവസാനമാകാം. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. എല്ലാവരും അശ്രദ്ധയിലാണ്, മനുഷ്യർ അങ്ങേയറ്റത്തെ അശ്രദ്ധയിലാണ്. മറ്റു ജീവികളെല്ലാം സാഗൂതം അവർ കാതോർത്തിരിക്കുകയാണ് ഓരോ ജുമുഅകൾ വരുമ്പോഴും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല. ഫഇദാ ജാഅത്തി ത്വാമ്മ, ആ ഭയാനകമായ സംഭവം അത് വന്നെത്തിയാൽ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മനുഷ്യൻ അപ്പോഴേ ഓർക്കുക ഞാൻ എന്തൊക്കെയാ ചെയ്തത്, ചെയ്തു വെച്ചതിനെ കുറിച്ച്. അവരിലേക്ക് ഫൈദാ ജാഅത്തി സ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖി വഉമ്മിഹി വഅബി വസാഹിബതിഹി വബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമയിദിൻ ശഅനു യുഗ്നി. ആ ഭയാനകമായ ശബ്ദം വന്ന് ലോകം അവസാനിക്കുന്ന ഒരു സമയം, സന്ദർഭത്തിൽ മനുഷ്യർ ഓടിപ്പോവുകയാണ്. ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്, അധ്വാനിച്ചത്, തന്റെ സഹോദരനിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് എല്ലാം ഓടി ഒളിക്കുന്ന ഒരു ദിവസമാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമയിദിൻ ശഅനു യുഗ്നി. ഓരോ നഫ്സിനും, ഓരോ മനുഷ്യനും അവനവന്റെ കാര്യം, യാ നഫ്സി യാ നഫ്സി, സ്വന്തം കാര്യം മാത്രം മതി. അതുകൊണ്ട് ഈ ഓട്ടത്തിനിടയ്ക്ക് സ്വന്തം കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിച്ചു എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. സഹോദരങ്ങളെ, മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ, മഹത്വമേറിയ, പവിത്രമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയത്. അതുകൊണ്ട് തന്നെ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല. ഏത് മാസങ്ങളിലും പാടില്ല. പക്ഷേ പ്രത്യേകിച്ച് അള്ളാഹു റെസ്പെക്ട് ചെയ്ത, ആദരിച്ച, ഹുർമത്ത് കൽപ്പിച്ചതായ സമയങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് ഡബിൾ പണിഷ്മെന്റ് ഉണ്ട് എന്നും ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ വ്യക്തമാക്കിയത് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചു തന്നത് അത് നമ്മൾ സ്വീകരിക്കുക. മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ പല ആളുകളും പല തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ പേരൻ എന്താ, മുഹറം എന്ന് പറഞ്ഞാൽ പവിത്രമായത്. മറ്റു മാസങ്ങളെക്കാളൊക്കെ 4 മാസം യുദ്ധം നിഷിദ്ധമാക്കിയതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. അതിൽ തന്നെയും ഏറെ ശ്രേഷ്ഠമായതാണ് മുഹറം എന്നുള്ളത്. പവിത്രത എന്നതാണ്, പരിശുദ്ധമായത്. ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കപ്പെട്ടത്. ബാക്കിയുള്ള സമയത്തും പാടില്ല എങ്കിലും. എന്നാലും സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം ഉമ്മത്തിൽ ഈ മാസത്തിൽ പല അന്ധവിശ്വാസങ്ങളും കടന്നു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നിന്നാ കിട്ടിയത്? ഷിയാക്കളിൽ നിന്നാണത്. ജൂതന്മാരിൽ നിന്ന് വന്ന് ഷിയാക്കളിലൂടെ കടന്നു വന്ന വിശ്വാസങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ പ്രചരിച്ചത് കാണാൻ സാധിക്കും. മുഹറം 10 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാവ് കർബലയിൽ വെച്ച് അതിക്രൂരമായി കൊണ്ട് കൊല്ലപ്പെടുന്നത് ഹിജ്റ 61 വർഷത്തിലാണ്. ഹിജ്റ 60 വർഷത്തിൽ. ആ ഓരോ മുഹറം വരുമ്പോഴും ഷിയാക്കളായ ആളുകൾ സ്വന്തത്തെ ദേഹോഭ്രവം ഏൽപ്പിച്ചുകൊണ്ട്, സ്വന്തത്തെ ഉപദ്രവിച്ചുകൊണ്ട് അവർ ദുഃഖമാചരിക്കുന്നു. അതാണ് നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്നത്. നല്ല കാര്യങ്ങളൊന്നും തുടങ്ങുകയില്ല. യാത്ര പോകാൻ ഉദ്ദേശിച്ചു, വീട് കൂടൽ, ഹൗസ് വാമിംഗ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, മുഹറം 10 കഴിയട്ടെ. ഒരു വാഹനം വാങ്ങണം, മുഹറം 10 കഴിയട്ടെ. ഗൾഫിലേക്കുള്ള ഒരു യാത്രയുണ്ട്, മുഹറം 10 കഴിയട്ടെ. ഇങ്ങനെ തുടങ്ങി നഹ്സായി കാണുന്ന ഒരു വിശ്വാസം അതൊരിക്കലും മുസ്ലിമിന്റെ വിശ്വാസമല്ല. മുസ്ലിമിന് എല്ലാ ദിവസവും എന്താണ്? ഖൈറാണ്, നന്മയാണ്. ഒരു നഹ്സും ദുശകുനവും അപശകുനവും ഒരു വിശ്വാസിക്കില്ല. എന്നാൽ ചിലതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. ജുമാ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് വിചാരിച്ച് ചൊവ്വാ ദിവസം, ട്യൂസ്ഡേ അത് മോശമാണോ? അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിരുന്നു ചില നമ്പറുകൾ, അത് വലിയ ബുദ്ധിയുള്ള ആളുകൾ വരെ, എന്താ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ വരെ 13 നമ്പർ വേണ്ട, അന്ധവിശ്വാസമാണ്. അവരൊരു മന്ത്രി അത് എടുത്തല്ലോ. ഇങ്ങനെ പല നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നത് കാണാം. ദിവസങ്ങളെ കൊണ്ട്, ആളുകളെ കൊണ്ട്, മാസങ്ങളെ കൊണ്ട്, സ്ഥലങ്ങളെ കൊണ്ടൊക്കെയുള്ള നഹ്സ്, ദുശകുനം കാണുക എന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ
യഥാർത്ഥത്തിൽ അവന്റെ അഖീദയിൽപ്പെട്ടതല്ല, അത് തൗഹീദിനെതിരാണ്. പിന്നെയോ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് വിധിച്ചിട്ടുള്ളത് അതേ നമുക്കുണ്ടാവും. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അല്ലാഹു നീ തന്ന് തടയാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അതൊരു ആൾക്കും, ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും, അതുപോലെ തന്നെ ഒരു സ്ഥലത്തിനും, ഒരു നമ്പറിനും, ഒരു ദിവസത്തിനും ഒന്നുമില്ല. ഒരാൾക്കും തടയാൻ സാധ്യമല്ല. അള്ളാഹ് തടഞ്ഞത് ആര് വിചാരിച്ചാലും തരാനും സാധ്യമല്ല. അതാണ് നമ്മുടെ വിശ്വാസം. ആ അള്ളാഹുള്ള തവക്കുലാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സഹോദരങ്ങളെ, വ്യക്തികളിലേക്ക് ചേർത്തുകൊണ്ട് തങ്ങളുടെ മുസീബത്തുകളെ, തങ്ങൾക്ക് വരുന്ന വിപത്തുകളെ ആക്ഷേപിച്ചിരുന്നത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് തന്നെ സൂറത്തുൽ അഅറാഫിൽ കാണാം. ഫൈദാ ജാഅതുഹുൽ ഹസന ഖാലു ലനാ ഹാദിഹി. അവർക്കൊരു നന്മ വന്നാൽ അവർ പറയുന്നത് ഇത് ഞങ്ങൾക്കുള്ളതാണ്. വഇൻ തുസിബുഹും സയ്യിഅ, അവർക്ക് എന്തെങ്കിലും തിന്മ ബാധിച്ചാൽ അവർ പറയും യത്തയ്യറു ബി മൂസ വ മഅ, ഇത് മൂസയെ കൊണ്ടും അവന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് ഞങ്ങൾക്കുണ്ടായതാണ്. അലാ ഇന്നമാ ത്വായിറുഹും ഇൻദല്ലാഹ്, നിങ്ങൾ അറിയണേ എല്ലാ ശകുനവും അല്ലാഹുവിന്റെ അടുക്കലാണ്. വലാകിന്ന അക്സറുഹും ലാ യഅലമൂൻ, അധികം ആളുകളും അറിയുന്നില്ല. സൂറത്ത് യാസീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിച്ചതല്ലേ, വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹുൽ മുർസലൂൻ. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്താണിത്. ചില ഒരു ഗോത്രത്തെ സംബന്ധിച്ച്, ഒരു ഖറിയത്തിന്, ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് പറയുന്നത്. അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. രണ്ടാളെ ആദ്യം പറഞ്ഞയച്ചു, ഫഅസ്സസ്നാ ബിസാലിസ്, മൂന്നാമനെ കൊണ്ട് അവർക്ക് ശക്തി നൽകി. പക്ഷെ ആ ആളുകൾ എന്താ പറഞ്ഞത്? ഖാലു ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹു ലനർജുമന്നകും. നോക്കൂ സഹോദരങ്ങളെ, എത്രത്തോളം ഗൗരവമായി കാണണം. അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഈ പ്രവാചകന്മാർ ആ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് അപശകുനമാണ്, നിങ്ങൾ വന്നതിൽ പിന്നെയാണ് ഇവിടെ ഫിത്നയുണ്ടായത്. നിങ്ങളിത് അവസാനിച്ചിട്ടില്ലെങ്കിൽ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, ഞങ്ങളിൽ നിന്ന് വേദനയേറിയ ശിക്ഷ നിങ്ങൾക്കുണ്ടാവും. ആ പ്രവാചകന്മാർ പറഞ്ഞു ഖാലു ത്വായിറുക്കും മഅകും അയിൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസീഫൂൻ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ദോഷം? അവനവന്റെ ശകുനം അവരവർക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ തീരുമാനിച്ചത് അതല്ലേ നടക്കുകയുള്ളൂ. സൂറത്തുൽ ഇസ്രായിൽ കാണാം, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫി ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാ മൻസൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. സഹോദരങ്ങളെ, എല്ലാവരുടെയും അപശകുന ഖൈറും ശർറും എന്താണ്? അവനവൻ ചെയ്യുന്നതിനനുസരിച്ചാണ്. അതല്ലാതെ വേറെ ആളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, ഞാൻ നന്മ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് എനിക്കാണ്, തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയും ഞാൻ അനുഭവിക്കണം. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാൾ മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരില്ല വേറൊരാളെ കൊണ്ട്. എന്താ ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്, വിശ്വസിക്കാർ, ഈ കുട്ടി വന്നതിൽ പിന്നെ, ഈ കുട്ടി പിറന്നതിൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ബർക്കത്താണ്, ആ പെണ്ണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നതിൽ പിന്നെ ഫുൾ എന്റെ ബിസിനസ് ലോസായി, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി, രോഗമുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള ഈമാനിന്റെ കുറവാണത്. ആരെങ്കിലും പറഞ്ഞ് പറ്റിക്കുന്നതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ, അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നു. നിങ്ങളുടെ വീട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അവിടെ ഒരു കന്നിമൂലയാണ്, അതുകൊണ്ട് നിങ്ങൾ ആ ടോയ്ലറ്റ് ഒന്ന് പൊളിച്ചു മാറ്റണം. വിദ്യാസമ്പന്നരായ ആളുകൾ സഹോദരങ്ങളെ, അവർ അതിന്റെ പിന്നാലെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരോ ചങ്ങന്മാരോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോയി തന്റെ ജീവിതത്തിൽ അള്ളാഹുവിലുള്ള യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത പോലെ പ്രവർത്തിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത്തീറത്തു ശിർക്കുൻ, അങ്ങനെ മറ്റൊന്നിൽ ശകുനം നോക്കുന്നത്, പക്ഷി ശകുനം നോക്കുന്നത്, കൈനോട്ടക്കാരായക്കാര്, അങ്ങനെയൊക്കെ വിശ്വാസമുണ്ട്. കൈനീട്ടം, എന്റെ ബിസിനസ് ചെയ്യാൻ ഇങ്ങനെ ഷോപ്പ് ഓപ്പൺ ആക്കി, അപ്പൊ ഫസ്റ്റ് വരുന്ന കസ്റ്റമർ കടം പറഞ്ഞാൽ ഇന്നത്തെ ഫുള്ള് കച്ചവടം കടായിരിക്കും. ആരാ പറഞ്ഞത്? ഏയ് അങ്ങനെയുണ്ട്. മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയത്, അപ്പൊ ഗൂഗിൾ പേ അതാണല്ലോ, അത് പറ്റൂല, നിങ്ങൾ കൈനീട്ടം തരണം. അതാണ് ഒരു വിശ്വാസം. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തീറത്തു ശിർക്കുൻ അത്തീറത്തു ശിർക്കുൻ അത്തീറത്തു ശിർക്കുൻ വമാ മിന്നാ ഇല്ല. നമ്മളിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. വലാകിന്ന അല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ, പക്ഷേ അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അത് പോകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതൊരാളുടെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്താൽ ഇന്നത്തെ കാര്യം ശരിയാവും. പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു ഒരു വഴിക്ക് ഇറങ്ങുമ്പോ പിന്നൊന്നും വിളിക്കാൻ പാടില്ല, ഞാൻ പോകുന്ന കാര്യം ശരിയാവുകയില്ല.
ഒരു കാലിച്ചാക്ക് കണ്ടാൽ, കാലിക്കൊട്ട കണ്ടാൽ, ഇങ്ങനെയൊക്കെയുള്ള പലതും, ഏതെങ്കിലും പക്ഷികളുടെ ശബ്ദം കേട്ടാൽ ഇങ്ങനെയൊക്കെയാണെന്ന്. സഹോദരങ്ങളെ, നമ്മുടെ ഖൈറും ഷർറും തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ. പിന്നെ എങ്ങനെയാണ്? മൻ റദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദതുഹു ത്വയ്റതു അൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ഏതെങ്കിലും ആളുകളെ ഇങ്ങനെയുള്ള ശകുനങ്ങൾ, ദുശകുനങ്ങൾ, അപശകുനങ്ങൾ തന്റെ ആവശ്യത്തിൽ നിന്ന് അവനെ പിന്തിരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, സഹോദരങ്ങളെ, യാ റസൂലല്ലാഹ് വമൽ കഫാറത്തു ദാലിക്, അതിനുള്ള പ്രതിവിധി എന്താണ്, കഫാറത്ത് എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്. അല്ലാഹുവേ, നിന്റെ ഖൈറല്ലാതെ മറ്റൊരു ഖൈർ എനിക്കില്ല. നീ ഒരു ശകുനം എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതല്ലാതെ ഒരു ത്വയ്ർ എനിക്കില്ല. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ഇലാഹില്ല. എന്തൊരു മുസീബത്തും അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചത് അതേ ഉണ്ടാവൂ. അതാണ് നമ്മുടെ വിശ്വാസം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹിബ്റു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കൈവച്ച്, ചെറുപ്പത്തിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നു. തഫ്സീറിലൊക്കെ ഉള്ള അഗാധ പണ്ഡിതനാണ്. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് ദീനിലെ ഡീപ്പ് നോളജ് കൊടുക്കണേ, ഖുർആന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പഠിപ്പിക്കണേ. സഹാബികളിൽ തഫ്സീറിന്റെ വിഷയത്തിൽ അഗ്രേസരനായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ തന്റെ വാഹനത്തിന്റെ പിറകെ ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഗൗരവത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹദീസാണ്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ, നിനക്ക് ഞാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അല്ലാഹു നിന്നെ കാത്തു സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു, അല്ലാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്, അല്ലാഹുവിനെയാണ് നീ സൂക്ഷിക്കേണ്ടത് എങ്കിൽ റബ്ബിനെ നിന്റെ മുന്നിൽ കാണാം. ഒരാളുമല്ല നിനക്ക് ഖൈറും ഷർറും നൽകുന്നത്, നിന്റെ ജീവിതത്തിലെ നന്മയും തിന്മയും എല്ലാം തീരുമാനിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ നീ റബ്ബിനെ സൂക്ഷിച്ചാൽ റബ്ബിനെ നിനക്ക് മുമ്പിൽ കാണാം ഏത് പ്രതിസന്ധിയിലും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക. നോക്കൂ സഹോദരങ്ങളെ, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. എന്ത് ചോദിക്കാനുണ്ടെങ്കിലും എന്ത് തേടാനുണ്ടെങ്കിലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അതാണ് നമ്മൾ ഒരു മുസ്ലിം 17 തവണ നിർബന്ധമായും മറ്റു നമസ്കാരങ്ങളിലുമെല്ലാം റബ്ബിന് നൽകുന്ന പ്രോമിസ്. റബ്ബേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅലം, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. നീ അറിയണം മോനെ, ജനങ്ങൾ, ഈ മനുഷ്യന്മാർ മുഴുവനും, സമുദായം മുഴുവനും നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവർ നിനക്ക് ഒരു ഹെൽപ്പും ഒരു ഉപകാരം ഒരു ബെനിഫിറ്റും അവർക്ക് നിനക്ക് ചെയ്തു തരാൻ സാധ്യമല്ല, അല്ലാഹു നിനക്ക് വേണ്ടി അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ. വലവിജ്തമഉ, ഇനി അവരെല്ലാം ഒരുമിച്ചുകൂടി അലാ യദുറുക ബിശൈഇൻ, നിനക്കൊരു ഉപദ്രവം വരുത്താൻ, നിന്റെ ബിസിനസ് തകർക്കാൻ, നിന്റെ കുടുംബം തകർക്കാൻ, നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ, നിന്നെ ഉപദ്രവമേൽപ്പിക്കാൻ ആളുകളെല്ലാം തീരുമാനിച്ചു. ലം യദുറുക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക, ഒരു ഉപദ്രവം ഒരാൾക്കും നിന്നെ ചെയ്യാൻ സാധ്യമല്ല, അല്ലാഹു നിനക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ. റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തി സൗഫ്, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, പേപ്പറുകൾ ഡ്രൈ ആയിട്ടുണ്ട്, അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, തവക്കുലാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടുംബത്തെ ഏൽപ്പിക്കുന്നത്, മക്കളെ ഏൽപ്പിക്കുന്നത്, എത്ര ദീർഘ യാത്രയാണെങ്കിലും ശരി, എന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. സഹോദരങ്ങൾ, ഈ തവക്കുലില്ലെങ്കിൽ പിന്നെ അവന് സമാധാനത്തോടെ ജീവിക്കാനാവോ? അങ്ങോട്ട് തിരിഞ്ഞാ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാ പ്രശ്നം, എവിടെ നോക്കിയാലും ജീവിതത്തിൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടാവോ, ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുക, എന്റെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അവൻ എന്തുണ്ടോ, എന്റെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ബേജാറിൽ ജീവിക്കുന്ന ആൾക്കാർ ഇല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുർഭയത്വമാണ്, സമാധാനമാണ്. അവൻ അങ്ങനെയുള്ള നഹ്സുകളിൽ വിശ്വസിക്കുന്നില്ല, അവനെല്ലാം ഖൈറാണ്. അല്ലാഹു എന്താണോ എനിക്ക് ഉദ്ദേശിച്ചത് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയാണ്, ആഫിയത്തിന് വേണ്ടി തേടുക നമ്മൾ റബ്ബിനോട്. സല്ലല്ലാഹുൽ അഫ്വ വൽ ആഫിയ. എത്രയോ ആളുകൾ രോഗികളായവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട് സമൂഹത്തിൽ. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയി നോക്കിയ സഹോദരങ്ങളെ,
ഡയാലിസിന് വിധേയനായിക്കൊണ്ട് എത്രയോ ആൾക്കാരാണ്. അവർക്ക് പല ആവശ്യങ്ങളുമുണ്ട്. അവരൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓരോ വർഷത്തിന്റെയും തുടക്കത്തിൽ മിമ്പറിൽ കയറിക്കൊണ്ട് പറയാറുണ്ട്, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കേണ്ടത് പുറത്തു തരണേ, മാഫാക്കണേ, നിങ്ങൾ ആഫിയത്താണ്, സൗഖ്യമാണ്. ലം യുഅത അഹദും ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ, ഒരാൾക്കും ഈമാനിൽ പിന്നെ ദൃഢവിശ്വാസത്തിൽ പിന്നെ ആഫിയത്തിനേക്കാൾ വലിയൊരു ഖൈർ കൊടുക്കപ്പെട്ടിട്ടില്ല, നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആഫിയത്താ, തടിക്ക് ആഫിയത്തുണ്ടെങ്കിലേ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. കിടന്നു പോയാൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് റബ്ബിന്റെ ഖുദ്റത്തിലാണ്, റബ്ബിന്റെ സഹായം കൊണ്ടാണ് നമ്മുടെ ജീവിതം. നമ്മുടെ പണമോ സ്വാധീനമോ നമ്മുടെ ശക്തിയോ പവറോ ഒന്നും കൊണ്ടല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരു യാതൊരു ശക്തിയുമില്ല എന്നുള്ള വിശ്വാസം. അതാണ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ട്രഷർ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹുവെ നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയില്ല. ലാ ഹൗല വലാ ഖുവത, ഒരു പരിശ്രമം, ഒരു ശക്തിയില്ല. അതായത് ഹയ്യാല സ്വലാ ഹയ്യാൽ ഫലാ എന്ന് വിളി കേൾക്കുമ്പോ പള്ളിയിലേക്ക് വരണം, വിജയത്തിലേക്ക് വരൂ എന്ന് കേൾക്കുമ്പോ നമ്മൾ ഏതാണ് ഇതാ പറയുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ? പോകാനും എണീക്കാനും wudu ചെയ്യാനും നടക്കാനും ഡ്രൈവ് ചെയ്യാനൊക്കെ ഉള്ള ആഫിയത്ത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടണം. എന്നാൽ മാത്രമേ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ. അള്ളാഹുവിനെ കൊണ്ട് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരുപാട് ദുആകളുണ്ട്. അദ്കാർ സ്വബാഹിലും മസായിലും നമ്മൾ പതിവാക്കേണ്ട ഒന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസു, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ നീ നന്നാക്കി തരണേ. വേറൊരാളിലുമല്ല ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ തവക്കുലാക്കുന്നത് നിന്നിലാണ്. എന്റെ കാര്യങ്ങൾ ശരിയാക്കി തരാൻ എന്റെ ഹൃദയം അറിയുന്ന, യഅലമു ഖായിനത്തൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത് അറിയുന്ന, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഹ്നു നഅലമു മാ ഫീ നഫ്സി, അവന്റെ വനഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സി, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയും. ആ റബ്ബിനോടാ പറയുന്നത് എന്ത്? അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ കാര്യങ്ങളെല്ലാം നന്നാക്കി തരണേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, റബ്ബേ ഒരു കാര്യവും എന്റെ ഒരു കാര്യവും എന്റെ നഫ്സിലേക്ക് നീ ഏൽപ്പിച്ചു തരരുതേ. എത്രത്തോളം? കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും, ഒന്ന് കണ്ണിങ്ങനെ ചിമ്മി തുറക്കുന്ന ആ സമയത്തേക്ക് പോലും റബ്ബേ എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ. സഹോദരങ്ങൾ, നമുക്ക് കഴിയില്ല, നമുക്ക് ഒരു ശക്തിയുമില്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യന്മാരെ നിങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് പരമ ദരിദ്രന്മാരാണ്, അങ്ങേയറ്റത്തെ ദരിദ്രന്മാരാണ്. അതുകൊണ്ട് റബ്ബിന്റെ സഹായവും തൗഫീഖും റബ്ബിൽ നിന്നുള്ള സിഹത്തും റബ്ബിൽ നിന്നുള്ള ആഫിയത്തും എല്ലാം ഉണ്ടെങ്കിലേ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിൽ അധിഷ്ഠിതമായി റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോ വർഷങ്ങളായിരുന്നാലും മാസങ്ങളായിരുന്നാലും വരുമ്പോൾ എന്താണ് ഞാൻ ഇതിൽ പ്രത്യേകം ചെയ്യാനുള്ളത് എന്ന കാര്യം നാം ആലോചിക്കണം. അപ്രകാരമാണ് മുഹറം മാസത്തിലെ 9, 10 താസുആവും ആശൂറാവും. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു, ഹിജ്റ വന്നു. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, യഹൂദികൾ, മദീനയിലെ യഹൂദികൾ അവർ ആശൂറ ദിവസം മുഹറം 10 നോമ്പെടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, മാഹാദ, ഇതെന്തിനാ, എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ് നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുബിഹിം, ഇത് നല്ലൊരു ദിവസമാണ്. ബനു ഇസ്രായേലുകാരെ, അതായത് മൂസാ നബിയെയും കൂട്ടരെയും ഫിർഔനിൽ നിന്ന്, അവരിൽ നിന്ന് അല്ലാഹു
സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫസ്വാമ മൂസ ശുക്രൻ ലില്ലാഹ്, അല്ലാഹുവിന് ശുക്രായിക്കൊണ്ട് മൂസാ നബി നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്ന് യഹൂദികൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅന അഹഖു ബിമൂസാ മിൻകും, ഞാൻ നിങ്ങളെക്കാളും മൂസാ നബിയോട് അടുത്ത് നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഫസ്വാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അതിനു മുമ്പും ഖുറൈശികൾ നേരത്തെ ആശൂറായിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു. റമദാൻ മാസം നിർബന്ധമാക്കുന്നതിന്, നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചും ആശൂറ ദിവസത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നതൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഹദീസുകൾ കാണാം വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബലഹു, ആശൂറ ദിവസം മുഹറം 10 നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അറഫാ ദിവസത്തെ നമ്മൾ പറഞ്ഞു എന്ത് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. ഇത് മുഹറം 10 ആശൂറന്റെ നോമ്പ് ഒരു വർഷത്തെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്. നമുക്ക് അത് പൊറുക്കപ്പെടാൻ ഈ സൽക്കർമ്മങ്ങൾ, അതല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. റബ്ബിന് വേണ്ടി റബ്ബിന്റെ മാർഗത്തിൽ അപ്പോ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക. നമ്മളൊക്കെ തന്നെയും ഇൻഷാ അല്ലാഹ് മുഹറം 10 ഇന്ന് മുഹറം 3 ആ മുഹറം 10 നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല യഹൂദികൾ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തുകയുണ്ടായി, ലൈൻ ബഖീതു ഇലാ ഖാബിൽ ലാ അസൂമന്ന താസിയ, അവസാനത്തിൽ എന്തു പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും. ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് എതിരാവുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകൾ കാണാം. ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് നിങ്ങൾ എതിരാവുക, അവര് ചെരുപ്പിട്ട് നിസ്കരിക്കാറില്ല. നിങ്ങൾ ഇടക്കൊക്കെ എന്താ ഗ്രൗണ്ടിലൊക്കെ വല്ല മയ്യത്ത് നിസ്കാരമൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പിട്ട് നിസ്കരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഖാലിഫുൽ യഹൂദ് ഖസ്സു ശാരിബ് വഅഫുൽ ലിഹ, നിങ്ങൾ മീശ വെട്ടണം, മീശ ചെറുതാക്കണം. അതുപോലെ തന്നെ പിന്നെ താടി വിട്ടേക്കുക. അതേപോലെ ആമീൻ പറയുന്ന വിഷയം, യഹൂദികൾക്ക് നമ്മോട് ദേഷ്യമുള്ള പല വിഷയങ്ങളുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ, ആ ഹദീസിൽ വന്നത് ഇപ്രകാരമാണ്, എന്ത് മുഹറം 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ട് മുഹറം 9, 10 താസുആവും ആശൂറാവും ഏറെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ആ നോമ്പുകൾ. നമ്മൾ മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ദീന് പഠിക്കാനും മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്, കുടുംബസമേതം. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു അനുഗ്രഹമാണ്. തിന്മകളേറെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നന്മയുടെ വഴിയിലേക്ക് തെളിക്കാൻ നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ മസ്ജിദ് ഉണ്ട്, ഇവിടെ പിന്നെ ദർസ്, കുട്ടികൾക്ക് മദ്രസ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരായ ആളുകൾക്ക് ശനിയാഴ്ച രാവിലെ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. നാം വിചാരിച്ചാൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും പഠിക്കാനും ദീന് പഠിക്കാനുമുള്ള അവസരം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഗൗരവത്തോടു കൂടി കാണണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന സൺഡേ AKS കൺവെൻഷൻ ഹാളിൽ വെച്ചുകൊണ്ട് ബാംഗ്ലൂരിലുള്ള മുഴുവൻ ഇസ്ലാഹി സെന്ററുകളുടെ മദ്രസകളുടെ രക്ഷിതാക്കളും മക്കളും കുടുംബവും ബന്ധപ്പെട്ടവരുമെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു മക്കൾ നമുക്ക് തണലാകാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ദീനിയായ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും വരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അത് കോൺടാക്ട് ചെയ്യണം, അതിന് രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ ആയുസ്സും സമ്പത്തും ഒക്കെ നന്മയിൽ ചെലവഴിക്കാൻ, അല്ലാഹ് തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ, ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു പോകും. ബാക്കിയുണ്ടാവുക ഖൈറും ഷർറും മാത്രം. നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും മാത്രമേ അവസാനം ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കിട്ടിയ സമയം നന്മയോടൊപ്പം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധന്മാരോടൊപ്പം നിങ്ങൾ വന്നു ചേരുക. നമ്മുടെ സമയം, ഒഴിവു സമയമൊക്കെ മസ്ജിദിൽ വരാം, നിങ്ങൾക്ക് പഠിക്കാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കാൻ വീക്കെൻഡിൽ ശനി ഞായറും മദ്രസകൾ നടക്കുന്നുണ്ട്. ആ കാര്യവും എല്ലാം നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലുമെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ മഈശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക
مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.